ഉത്തരാഖണ്ഡിലെ ദുരന്തഭൂമിയിൽ കുടുങ്ങിയ 100-ലധികം പേരെ ഇന്ന് വ്യോമമാർഗം സുരക്ഷിത കേന്ദ്രങ്ങളിൽ എത്തിച്ചു. മണ്ണിനടിയിൽ കുടുങ്ങിയവരെ കണ്ടെത്താനുള്ള തിരച്ചിലും തുടരുകയാണ്. ഭട്ടൌരിയിലെ തകർന്ന 2 റോഡുകളും PRO പുനർനിർമ്മിച്ചു. നാളെ വൈകിട്ടോടെ റോഡ് മാർഗമുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ഗംഗോത്രിയിലെ ഹർസിൽ മേഖലയിലുള്ള അതിമനോഹരമായിരുന്ന ദരാലി ഗ്രാമം ഇന്നൊരു ശവപ്പറമ്പാണ്. 100-ലധികം ആളുകൾ ഇപ്പോഴും അവിടെ മണ്ണിനും കൂറ്റൻ പാറക്കല്ലുകൾക്കും അടിയിലാണ്. ദുരന്തം നടന്ന് 3 ദിവസം പിന്നിടുമ്പോഴും പുറത്തെടുക്കാനായത് 6 പേരുടെ മൃതദേഹങ്ങൾ മാത്രം. റോഡുകളും പാലവും തകർന്നതിനെ തുടർന്ന് ഗംഗോത്രിയിലും ഹർസിലും കുടുങ്ങിയ നിരവധി പേരെ ഹെലികോപ്റ്റർ മാർഗം ഉത്തരകാശിയിലെ മഡ്ലിയിലും ഡെറാഡൂണിലുമൊക്കെ എത്തിക്കുകയാണ്. നിരവധി മലയാളികളും ഇക്കൂട്ടത്തിലുണ്ട്. 1000-ലധികം ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. വായുസേന ഹെലികോപ്റ്ററുകൾ കൂടി ഇന്ന് രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങി. റോഡ് മാർഗമുള്ള രക്ഷാപ്രവർത്തനം നാളെ മുതൽ ആരംഭിച്ചേക്കും. പ്രധാന തടസ്സമായിരുന്ന ബട്ടുവാരി മേഖലയിലെ 2 തകർന്ന റോഡുകളുടെ പുനർനിർമ്മാണം ഇന്ന് BRO പൂർത്തിയാക്കി. रेस्क्यू ऑपरेशन बहुत तेज गति के साथ चल रहा है. सारे लोग लगे हुए हैं, सारे लोग जुटे हुए हैं. हम बहुत तेज गति के साथ. കരസേനയുടെ 7 ജവാന്മാരടക്കം നിരവധി സൈനികരെ കാണാതായിട്ടുണ്ട്. കാണാതായ കുടുംബാംഗങ്ങളെ അന്വേഷിച്ച് നിരവധി പേരാണ് ഹെലിപാഡുകളിലും പോലീസ് സ്റ്റേഷനുകളിലുമൊക്കെ എത്തുന്നത്. ഉത്തരം നൽകാനാകാതെ ഉദ്യോഗസ്ഥരും കൈമലർത്തുകയാണ്. ദുരന്തത്തിൽ കാണാതായവരെ കണ്ടെത്താനായി മണ്ണും കല്ലുമൊക്കെ മാറ്റിയുള്ള രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ടെങ്കിലും അത് അത്ര എളുപ്പമല്ല. കാണാതായവരെക്കുറിച്ച് ഇപ്പോൾ പുറത്തുവരുന്ന അനൌദ്യോഗിക കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. ബട്ടുവാരിയിൽ നിന്നും ക്യാമറമാൻ നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം PR സുനിൽ, ഇൻ റിപ്പോർട്ടർ.